നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 32ാമത്തെ കഥയുടെ 2ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ 6ാമത്തെ സഹോദരൻ ഷക്കാഷിക്കിന്റെ കഥ. ഭക്ഷണം അന്വേഷിച്ച് വൃദ്ധന്റെ കൊട്ടാരത്തിലെത്തിയ ഷക്കാഷിക്കിന് വൃദ്ധൻ വയർ നിറയെ വീഞ്ഞ് നൽകുന്നതും ആ വീഞ്ഞിന്റെ ലഹരിയിൽ ഷക്കാഷിക്ക് വൃദ്ധനെ മർദ്ദിക്കുന്നതും പിന്നീട് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നതും കണ്ടാണല്ലോ നമ്മൾ കഥ നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. വീഞ്ഞിന്റെ ലഹരിയിൽ ഞാൻ അരുതാത്തത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനോട് ക്ഷമിക്കണമെന്ന ഷക്കാഷിക്കിന്റെ ക്ഷമാപണം കേട്ട് വൃദ്ധൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: മിടുക്കൻ, പേര് കേട്ട പല വിദൂഷകരുമായും വിനോദപ്രിയരുമായും ഞാൻ ഇടപഴകിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ ഒരാളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഈ സാമാന്യം ദീർഘിപ്പിച്ച തമാശ ശരിക്കും ആസ്വദിക്കുകയും അതേ നാണയത്തിൽ പകരം വീട്ടുകയും ചെയ്ത നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരുന്നു. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. വരൂ, നേരത്തെ പറഞ്ഞ വിഭവങ്ങളൊക്കെയുള്ള യഥാർത്ഥ സദ്യയിൽ നമുക്ക് പങ്കുചേരാം. മാംസവും മധുര പലഹാരങ്ങളും പഴങ്ങളും വീഞ്ഞും ഉൾപ്പെട്ട വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിഞ്ഞ് ഹൃദയഹാരിയായ സംഗീതം ആസ്വദിച്ച് അവർ ഉല്ലസിച്ചു. ആ പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ 20 വർഷം അല്ലലറിയാതെ എൻ്റെ സഹോദരൻ താമസിച്ചു. ദൈവഹിതം അലംഘനീയമാണല്ലോ. വൃദ്ധൻ മരിച്ചു. അദ്ദേഹത്തിന് അടുത്ത അവകാശികൾ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ സഹോദരൻ ബന്ധുവല്ലല്ലോ. സ്വത്തെല്ലാം അവിടുത്തെ ന്യായാധിപൻ കൈവശപ്പെടുത്തി. ഷക്കാഷിക്കിനെ അയാൾ വിരട്ടി ഓടിച്ചു. ഷക്കാഷിക്ക് തീർത്ഥാടനത്തിന് മെക്കയിലേക്ക് തിരിച്ചു. വഴിക്ക് വെച്ച് അറബികളായ കൊള്ളക്കാർ പിടികൂടി. ദൂരെ ഒരിടത്ത് കൊണ്ടുപോയി അടിമയായി പാർപ്പിച്ചു. അവർ ദിവസവും അവനെ ഉപദ്രവിച്ചു. നീ ഒരു പണക്കാരനാണെന്നാണ് തോന്നുന്നത്. വീട്ടിലേക്ക് ഒരാളെ അയച്ച് കുറേ പണം കൊണ്ടുവന്നാൽ നിന്നെ വിട്ടയക്കാം എന്നവനോട് പറഞ്ഞു. അപ്പോൾ ഷക്കാഷിക്ക് പറഞ്ഞു: എനിക്ക് വീടില്ല, വീട്ടിൽ പണവുമില്ല, എന്നും ഞാൻ നിങ്ങളുടെ അടിമയായി കഴിഞ്ഞോളാം. കൊള്ളത്തലവന്റെ ഭാര്യമാരിൽ ഒരു സുന്ദരി ഉണ്ടായിരുന്നു. കറുത്ത കണ്ണുകളുള്ള ഒരു മദാലസ. ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോഴൊക്കെ അവൾ എൻ്റെ സഹോദരനെ സമീപിച്ച് കൊഞ്ചിക്കുഴയാൻ തുടങ്ങി. പക്ഷേ അവന് സ്ത്രീ വിഷയത്തിൽ താല്പര്യം കുറവായിരുന്നു. എങ്കിലും ഒരു ദിവസം വികാരശമനത്തിന് മറ്റു മാർഗങ്ങളൊന്നും കാണാതെ അവൾ അവനോടടുത്തു. നിതംബം കുലുക്കി മാറിടം തുള്ളിച്ച് അവൾ അവൻ്റെ മൃദുല വികാരങ്ങളെ ഇളക്കി. അവൻ അവളെ പിടിച്ചു മടിയിലിരുത്തി. ആ നിമിഷം അവിടെ വന്ന അവളുടെ ഭർത്താവായ അറബി എല്ലാം കണ്ടു. അരയിൽ നിന്നും വാളൂരി എൻ്റെ സഹോദരൻ്റെ ചുണ്ടും മൂക്കും ജനനേന്ദ്രിയവും അരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അവനെ ഒട്ടകപ്പുറത്ത് കയറ്റി ഒരു കുന്നിൻ മുകളിൽ കൊണ്ടിട്ടു. അതുവഴി പോയ ചില തീർത്ഥാടകർ ബോധരഹിതനായി കിടന്ന ഷക്കാഷിക്കിനെ തിരിച്ചറിഞ്ഞു. അവർ വന്നു പറഞ്ഞപ്പോൾ ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു പോന്നു. ഇപ്പോഴവൻ എൻ്റെ ഭക്ഷണത്തിൻ്റെ പങ്കുപറ്റി എന്നോടൊപ്പം ജീവിക്കുന്നു. പ്രഭു, എൻ്റെ സഹോദരന്മാരുടെ കഥ കഴിവതും ചുരുക്കി ഞാൻ അങ്ങയെ പറഞ്ഞു കേൾപ്പിച്ചു. കൂടുതൽ വിസ്തരിച്ചാൽ അത് അങ്ങയുടെ ക്ഷമയെ പരീക്ഷിക്കലാവും. ഞാനും വായാടികളായ എൻ്റെ സഹോദരന്മാരും തമ്മിൽ വ്യത്യാസമില്ലെന്നും വരും. മുനി എന്ന എൻ്റെ പേര് അർത്ഥശൂന്യമാകും. ക്ഷുരകൻ അതിഥികളോട് പറഞ്ഞു. എൻ്റെ അവസാനത്തെ സഹോദരൻ്റെ കഥയും കേട്ട് കഴിഞ്ഞപ്പോൾ ഖലീഫ അൽ മുസ്താൻസിർ ബില്ല പൊട്ടിച്ചിരിച്ച് ഇങ്ങനെ ഉത്തരവായി: താൻ ഉചിതജ്ഞനും ജിജ്ഞാസയില്ലാത്തവനും വളരെ കുറച്ചു മാത്രം സംസാരിക്കുവാനുമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എങ്കിലും ഉടനെ താൻ ഇവിടെ നിന്ന് പോകണം. ഈ ബാഗ്ദാദിൽ കണ്ടുപോകരുത്. അങ്ങനെ നിരപരാധിയായ എന്നെ ഖലീഫ അന്യായമായി നാടുകടത്തി. അന്നു മുതൽ ഞാൻ പലയിടത്തും അലഞ്ഞു നടന്നു. ഖലീഫ അൽ മുസ്താൻസീൻ ബില്ല മരിച്ചെന്നും അൽ മുസ്താൻസീൻ പുതിയ ഖലീഫയാണെന്നും കേട്ടപ്പോൾ ഞാൻ ബാഗ്ദാദിലേക്ക് മടങ്ങി. അപ്പോഴേക്കും എൻ്റെ സഹോദരന്മാരെല്ലാം മരിച്ചു പോയിരുന്നു. ഈ അവസരത്തിലാണ് കുറച്ചു മുമ്പ് എനിക്കെതിരായി ദുരാരോപണം ഉന്നയിച്ച ആ ചെറുപ്പക്കാരൻ ശിരസ് മുണ്ഡനം ചെയ്യാൻ എന്നെ വിളിപ്പിച്ചത്. അയാൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ലായിരുന്നെങ്കിൽ അന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കൈകൊണ്ട് അയാൾ കൊല്ലപ്പെടുമായിരുന്നു. എന്നെക്കുറിച്ച് അയാൾ പറഞ്ഞതെല്ലാം കള്ളമാണ്. ഭാഗ്യശാലിയായ രാജകുമാര, ഇതാണ് ചീനയിലെ തുന്നൽക്കാരൻ സുൽത്താനോട് പറഞ്ഞ 7 ഭാഗങ്ങളുള്ള കഥ. ഷഹറാസാദ് പറഞ്ഞു. കഥകളെല്ലാം പറഞ്ഞു തീർന്നിട്ട് തുന്നൽക്കാരൻ ഇങ്ങനെ തുടർന്നു. ക്ഷുരകൻ അൽ സാമിത്ത് കഥ പറഞ്ഞു തീർന്നപ്പോൾ
അയാളുടെ ക്രൂരതയ്ക്കിരയായ ബാഗ്ദാദിലെ മുടന്തൻ യുവാവിനോട് ഞങ്ങൾക്ക് സഹതാപമാണ് തോന്നിയത്. ഈ ഭൂമുഖത്തുള്ള ശുരകന്മാരിൽ വെച്ച് അങ്ങേയറ്റം ഔചിത്യമില്ലാത്തവനും വായാടിയുമായാണ് അയാളെന്ന് വ്യക്തമായി. അതുകൊണ്ട് അയാൾ പറഞ്ഞ കഥ ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും തക്കതായ ശിക്ഷ അയാൾക്ക് കിട്ടണമെന്ന് നിശ്ചയിച്ചു. തുടക്കത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു. എലികൾ നിറഞ്ഞ ഒരു ഇരുട്ടറയിൽ അയാളെ അടച്ചിട്ടു. വിരുന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ടു. പകൽ മുഴുവൻ നിങ്ങൾ ഇഷ്ടം പോലെ അലഞ്ഞു തിരിയുന്നു, ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു. ഇന്ന് എന്നെ പുറത്തു കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ന്യായാധിപനെ കൊണ്ട് വിവാഹമോചനത്തിന് അപേക്ഷിക്കും. പിന്നീട് എന്ത് നടന്നു എന്നറിയാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടനെ തന്നെ.